ഹായ് ഫ്രണ്ട്സ്, ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല സൂപ്പർ ടേസ്റ്റിലെ അച്ചിങ്ങ പയർ വെച്ചിട്ട് റെഡിയാക്കി എടുത്തിരിക്കുന്നൊരു തോരൻ്റെ റെസിപ്പി കാണാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഉരുളിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ട് ഒരു 1.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 3 മീഡിയം സൈസിലുള്ള സവാള ഇതേപോലെ ഒന്ന് കൊത്തിയരിഞ്ഞൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു തേങ്ങയുടെ 1/4 ഭാഗം തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഒരു 6 ചുവന്നുള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 8 വെളുത്തുള്ളിയും ഒരു ടീസ്പൂണ് ചെറിയ ജീരകവും എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളകും പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം അതൊന്ന് ഒതുക്കിയെടുക്കണം. അപ്പം നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന സവാളയുടെ ഒരു പച്ചച്ചുവയില്ലേ, അതൊക്കെ മാറുന്നത് വരെ നല്ലോണം നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഒരു സവാള ഇതേപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തേങ്ങ ഒതുക്കി വെച്ചിട്ടില്ലേ, ആ ഒരു തേങ്ങയുടെ മിക്സും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഒരു തേങ്ങയിലുള്ള വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റിച്ചിട്ട് വേണം നമുക്ക് പയർ ചേർത്ത് കൊടുക്കാൻ. അപ്പം ഞാൻ ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാറ്റി കൊടുത്ത് ഇതിലേക്ക് ഇച്ചിരി ഉണക്കമുളക് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഒരു ഉണക്കമുളകില്ലേ, നല്ലതുപോലെ മൂപ്പിച്ചിട്ട് വേണം ഒരു തേങ്ങയൊക്കെ ആയിട്ട് മിക്സ് ആക്കി എടുക്കാൻ, അല്ലെങ്കിൽ ആ ഒരു മുളകിൻ്റെ ഒരു കുത്തലുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ ഉപ്പുവേ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു മുളകും വേപ്പിലയൊക്കെ കൂടി മിക്സ് ആക്കിയിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരു തേങ്ങയിലുള്ള വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വറ്റി നല്ലതുപോലെ നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കാവേ. അച്ചിങ്ങ പയർ നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കാം. ഒരു 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പയർ വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് മിക്സ് ആക്കി എടുത്തിട്ടേ ഒന്ന് തട്ടിപ്പൊത്തി വെക്കാനായിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് 2-3 പ്രാവശ്യം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. കുറച്ച് സമയം നല്ലോണം ആവി കയറി കഴിയുമ്പോഴത്തേക്കും തന്നെ പയർ വെന്തോളും. അങ്ങനെ ഒരു 3-4 പ്രാവശ്യത്തെ മിക്സ് ആക്കി കൊടുക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പയറൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ചെറിയൊരു വെള്ളത്തിൻ്റെ അംശം ഉണ്ട് കേട്ടോ, കാരണം ഇത് ഫുള്ളായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറിയ രീതിയിൽ വെള്ളത്തിൻ്റെ അംശമുണ്ട്. നമ്മൾ അടച്ചു വെച്ചതിൻ്റെയാണ് കേട്ടോ. തുറന്ന് വെച്ച് കുറച്ച് സമയം കൂടി അതൊന്ന് മിക്സ് ആക്കി കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വറ്റി കിട്ടിക്കോളുവേ. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടേ നമുക്കിതിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ഒരു പയർ തോരന് ഒരു ലേശം ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അച്ചിങ്ങ പയറൊക്കെ വാങ്ങിക്കണ സമയത്ത് ഇതേപോലെ ഒന്ന് തോരൻ റെഡിയാക്കി എടുക്കുക. എന്നിട്ട് ഈ ഒരു റെസിപ്പി ഇല്ലേ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുകയും അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നമ്മുടെ ഒരു ചാനൽ ട്രൈ ആൻഡ് ടേസ്റ്റി പറഞ്ഞ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വളരെ ടേസ്റ്റിൽ റെഡിയാക്കി എടുത്തിരിക്കുന്ന ഒരു അച്ചിങ്ങ തോരൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തിലേ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.